ഹായ് ഗൈസ്, അങ്ങനെ IQ15 എന്ന് പറഞ്ഞ ഫോണാണ് നമ്മൾ വൺ ഓഫ് ദ മോസ്റ്റ് വെയ്റ്റഡ് ഫോണാണ്. 2025 വൺ ഓഫ് ദ മോസ്റ്റ് വെയ്റ്റഡ് ഫോണായ IQ15 റിലീസാവാനിരിക്കുകയാണ്. ഒക്ടോബർ 20-നാണ് അതിൻ്റെ റിലീസ് ഡേറ്റ് ഓൾമോസ്റ്റ് എക്സ്പെക്റ്റഡ്. ആക്ച്വലി എല്ലാവരും IQ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നത് ചിലപ്പം IQൻ്റെ ഗെയിമിംഗ് ഫോണുകളായിരിക്കും. അതായത് ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബഡ്ജറ്റിൽ നിൽക്കുന്ന ഗെയിമിംഗ് ഫോണുകൾ ഇറക്കുന്നത്, അല്ലെങ്കിൽ ബഡ്ജറ്റ് കിട്ടാവുന്ന ഏറ്റവും പെർഫോമൻസ് ഉള്ള ഫോണുകൾ ഇറക്കുന്നത് IQ മാത്രമല്ല, റിയൽമീൻ്റെ GT സീരീസ് ഒക്കെ ഇറക്കുന്നുണ്ട്. അതായത് പ്രൊസസ്സർ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇറക്കുന്നത്. അതുപോലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബഡ്ജറ്റിൽ ഇറക്കുന്ന പെർഫോമൻസിൻ്റെ ബ്രാൻഡാണ് IQ. ഇപ്പോൾ പറയുകയാണെങ്കിൽ IQ ശരിക്കും IQ14 ഇറക്കാണ്ട് ഡയറക്റ്റ് IQ13 കഴിഞ്ഞിട്ട് അവർ ഡയറക്റ്റ് IQ15 ആണ് ഇറക്കുന്നത്. അത് അവർ IQ14 എന്ന് പറയുമ്പോൾ 4 എന്ന് പറഞ്ഞ നമ്പർ എന്തോ ചൈനീസിൽ എന്തോ നെഗറ്റീവ് എന്തോ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് അവർ IQ14 സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് IQ15 വന്നത്. പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ആയിട്ട്, അതായത് ഇപ്പോൾ ഉള്ള ആൻഡ്രോയിഡ് ഫോണിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമിംഗ് ഫോണുകളായിരിക്കും IQ15 ഉറപ്പാണ്. മാത്രമല്ല അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ, അതായത് IQ13 മാറ്റിയിട്ട് അതൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് അവർ IQ15 അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ, അതുപോലെ ക്യാമറ 50 മെഗാ പിക്സൽ, അതായത് വൈഡ്, അൾട്രാ വൈഡ്, പെരിസ്കോപ്പ്, ടെലിഫോട്ടോ ലെൻസ് വരെ ഉണ്ട്. അത് 3 അൾട്രാ വൈഡ്, ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സൽ ആക്കിയിട്ടുണ്ട്. ബാക്ക് ക്യാമറയിൽ നമുക്ക് 8K 30 FPS വരെ ഷൂട്ട് ചെയ്യാം. വേണമെങ്കിൽ 1080p 240 FPS വേണമെങ്കിൽ സ്ലോ മോഷനൊക്കെ ബട്ടർ സ്മൂത്തായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ 1.5 ലക്ഷം രൂപേൻ്റെ ഫോണുകളിൽ ഇറക്കിയ ഐഫോണിലും സാംസങ്ങിലൊക്കെ 40 വാട്ട്, അതായത് ഇപ്പം ഇറങ്ങിയ iPhone 17 Pro Max 1.5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന iPhone 17 Pro Maxൽ അവർ കൊണ്ടുവന്ന അപ്ഗ്രേഡ് 40 വാട്ട്സിൻ്റെ ഫസ്റ്റ് ചാർജിങ് ആണ്. എന്നാൽ അതിൻ്റെ പകുതി വിലയ്ക്ക് കിട്ടുന്ന IQ15 വരുന്നത് 40ൻ്റെ ഇരട്ടിയായ 40ൻ്റെ ഇരട്ടി കഴിഞ്ഞിട്ട് 100 വാട്ട്സിൻ്റെ ഫസ്റ്റ് ചാർജിങ് വെച്ചിട്ടാണ് IQ15 അവരുടെ ഫോൺ ഇറക്കുന്നത്. മാത്രമല്ല 7000 mAh എന്ന് പറഞ്ഞൊരു ബാറ്ററി കപ്പാസിറ്റിയും കൂടിയത്. അതായത് സുഖമായിട്ട് ഒരു ദിവസമൊക്കെ പുഷ്പം പോലെ കിട്ടുന്ന ഫോണായിരിക്കും IQ15. നമ്മുടെ ഐഫോണും സാംസങ് ഒക്കെ 5000 mAh പിടിച്ച് നിൽക്കുകയാണ്. iPhone 17 Pro Max ഈ വർഷം ഇറങ്ങിയത് ഏകദേശം 5000 സംതിങ് mAh ആണ്. അതിനൊക്കെ ടക്ക് പറഞ്ഞിട്ടാക്കുന്നതാണ് IQ15 ഉറപ്പാണ്. 7000 mAh ഒരു ദിവസം മിനിമം ഒരു ദിവസം സുഖമായിട്ട് ഉറപ്പാണ്. 1.5 ദിവസം മിനിമം ഒരു ദിവസം ഉറപ്പിച്ച്. പിന്നെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേനെ കുറിച്ച് ഞാൻ പ്രൊഫഷണൽ ആണെന്നല്ല പറയാൻ, അതായത് ഒരു സാധാരണ യൂസറിന് വേണ്ട ഡിസ്പ്ലേ ഇതിൽ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. AMOLEDൻ്റെ 2K ഡിസ്പ്ലേ ആണ്. IP68-69 വെള്ളത്തിലൊക്കെ മുക്കി കളിക്കുക. 1.5 മീറ്റർ വരെ 30 മിനിറ്റിൽ അരമണിക്കൂർ ഒരു 1.5 മീറ്റർ വെള്ളത്തിലേക്ക് മുക്കി കളിച്ച ഈ ഫോണിലൊന്നും പറ്റാൻ പോകില്ല. അതായത് IP68 മാത്രമല്ല, IP69 എന്ന പ്രൊട്ടക്ഷനും കൂടി ഇതിൽ വന്നിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് പാക്കേജ് ആയിരിക്കും വരാൻ പോകുന്നത്. ഒരു 65 മാക്സിമം 65Kയിലൊക്കെ വന്നിറങ്ങുകയാണെങ്കിൽ കിട്ടാൻ പോകുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഫോണായിരിക്കും ഉറപ്പാണ്. അതായത് നന്നായിട്ട് വിറ്റും. IQ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അല്ലെ കേരളയിൽ നല്ല സർവീസ് സെൻറ്ററും കൂടി കിട്ടുന്ന ഒരു ഫോണാണ്. അതുകൊണ്ട് തന്നെ അത് അടിപൊളിയായിട്ട് ഇറക്കുകയാണെങ്കിൽ നന്നായിട്ട് വിറ്റുപോകാൻ പോകുന്ന ഒരു ഫോണും കൂടിയാണ്. അത് നല്ല എക്സ്പെക്റ്റേഷൻ ഉള്ള ഒരു ഫോണാണ് ഈ IQ15 എന്ന് പറയുന്നത്. ബാക്ക് ഗ്ലാസ് ആയിരിക്കും. അതിൻ്റെ ഡിസൈനിൽ ഹാലോ ലൈറ്റ് ഒക്കെ ഉണ്ട്. ഡിസൈൻ മാറ്റിയിട്ടൊന്നുമില്ല, പക്ഷേ ബാക്കിലെ ടെക്സ്ചറൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആൻറ്റി ഗ്ലെയർ 60,000, അതായത് ഈ സാംസങ്ങിൻ്റെയും ഐഫോണൊക്കെ 1.5 ലക്ഷത്തിന് ഇറക്കുന്നതിൻ്റെ പകുതി വിലയ്ക്ക് കിട്ടുന്ന ഫോണിൽ ആൻറ്റി ഗ്ലെയറും വെച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെയാണ് IQ15. ആക്ച്വലി iPhone 15 ഇറങ്ങിയിട്ടില്ല, എന്നാലും ആൾക്കാർക്ക് ഒരു ബേസിക് ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. ആക്ച്വലി വൺ ഓഫ് ദ മോസ്റ്റ് വെയ്റ്റഡ് ഫോണാണ് IQ15. അതവർ നല്ലൊരു പൈസയ്ക്ക് നല്ല പ്രൈസിങ്ങിൽ ഇറക്കുകയാണെങ്കിൽ നന്നായിട്ട് വിറ്റുപോകാൻ പോകുന്നൊരു ഫോണാണ്.